ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓങ്കാരപ്പൊരുളാം ജഗജ്ജനനി നിൻ പാദം സ്മരിച്ചന്വഹം ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. പാരാശര്യവചസ്സരോജമമലം ഗീതാർത്ഥഗണ്ഡോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജനഷട്പദൈരഹരഃ പേബീയമാനം മുദാ ഭൂയാദ്ഭാരതപങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. സുഭദ്രാഹരണം. യാദവനായകൻ പറഞ്ഞു കേട്ടാനന്നു മാധവ ഭഗിനിയാം സുഭദ്രാ ഗുണമെല്ലാം പണ്ഡിതനായ പാണ്ഡുനന്ദനവൾ മുളം മുണ്ഡിതനായാൻ കുണ്ഠിയാതൃദണ്ഡിയുമായാൻ അക്ഷമാല്യാങ്കുലീയ യോഗഭാരവും വഹിച്ചക്ഷികളടച്ചതി മുഖ്യമാം ധ്യാനത്തോടും വൃക്ഷേശനായ വട കോടര ഛായതങ്ങൾ പൂക്കിതു ലക്ഷ്മീപതിയാകിയ വാസുദേവൻ പുഷ്കര നേത്രൻ തന്നെ ചിന്തിച്ചു ചില ദിനം പുഷ്കര വിശീഘനം പൂക്കിതു സന്നദ്ധനായി അവ്യയൻ നാരായണൻ അവ്യക്തനതു കാലം ദിവ്യജ്ഞാനേന കണ്ടു സവ്യസാചിയേയപ്പോ സത്യഭാമയുമായി തത്ര ചെന്നിടും നേരം സുപ്തനായി കിടക്കുന്ന ഭക്തനെ കണ്ടു കൃഷ്ണൻ ആനന്ദവിവശനായി ഏറ്റവും ചിരിച്ചപ്പോൾ മാനിനി സത്യഭാമ ചോദിച്ചാളതിൻ മൂലം അത്യർത്ഥം ചിരിച്ചതിനെന്തു കാരണം നാഥ സത്യമെന്നോടു പറഞ്ഞിടണം എന്നീവണ്ണം. സത്യഭാമോക്തി കേട്ടു ഭഗവാൻ പത്മേക്ഷൻ സത്യപുരുഷൻ സകലേശ്വരൻ സനാതനൻ സത്യമായുള്ള വൃത്തമവളോടുര ചെയ്തു. സത്യഭാമയ്ക്കും ഏറ്റം ആനന്ദം വന്നിതപ്പോൾ പുണ്യവാനെയും ഉണർത്തിയിടിനാൻ ജഗന്നാഥ. അന്യോന്യം കണ്ടു ഗാഢാശ്ലേഷവും ചെയ്തു. പിന്നെ ദൈവതകാഖ്യജലം പൂക്കിതു വസിപ്പാനാ ദൈവത സഹായനായി ചമഞ്ഞു വിജയനും. പിന്നെ പോയി ദ്വാരാവതി പൂക്കിതു ഭഗവാനും വന്നിടും മനോരഥം എന്നായി കിരീടിക്കും. അക്കാലം രൈവതകമായ പർവ്വതത്തിങ്കൽ ചൊൽക്കൊണ്ട മഹോത്സവം കൽപ്പിച്ചു വാസുദേവൻ. ഭോജ വൃഷ്ണ്യാന്ധകന്മാരൊക്കെ ചെന്നൊരുമിച്ചു ഭോജനാദികൾ മഹാദാനങ്ങളാപൂരിച്ചു. വാദിത്രാദികൾ നാദമേറ്റവും ആഘോഷിച്ചു. മോദത്തോടോരോ വിദ്യാമേളങ്ങൾ മേളിപ്പിച്ചു. വൃക്ഷാഗ്രം തോറും ദീപം വെവ്വേറെ ജ്വലിപ്പിച്ചു. പുഷ്കരാക്ഷികൾ കോപ്പിട്ടേറ്റവും ബലിപ്പിച്ചു. രേവതിയോടും കൂടെ ക്ഷിപനാം ബലഭദ്രൻ സേവകന്മാരുമായി ചമഞ്ഞു നിന്നീടിനാൻ. ഉഗ്രസേനനും നാരി സഹസ്രസഹിതനായി അഗ്രേ വന്നിതു ചതുരംഗവാഹിനിയോടും പ്രദ്യുമ്നൻ സാമ്പൻ പുനരക്രൂരൻ സാരണനും സത്യകൻ സഹാവരൻ സാത്യകി ഭംഗകരൻ ചാരുദേഷ്ണനും പൃഥു കൃതവർമ്മ വീരനാം വിഡൂരതൻ നിഷേഢൻ ഭാനുഗതൻ മറ്റുമിങ്ങനെയുള്ള വീരന്മാരൊക്കത്തക്ക പൂക്കിതോ പുഷ്കരാക്ഷനുത്സവം പാലിപ്പാനായി. സന്യാസം വേഷം പൂണ്ട് ധന്യനാം പാർത്ഥനോടും നന്നായി ഉത്സവം കണ്ടു നടന്നേടിനന്നേരം കന്യക സുഭദ്രയും തന്നുടെ സഖി മധ്യേ മിന്നലെന്നതുപോലെ കാണായി സന്യാസിക്കും തന്നെത്താൻ മറന്നിതു സന്യാസി കന്യകയും. പിന്നെയുണ്ടായ കുഴപ്പങ്ങൾ ഞാനെന്തു ചൊല്ലു. വാസുദേവനും ഉപദേശിച്ചാനുപായങ്ങൾ വാസവദനയനും അവണ്ണം ആരംഭിച്ചാൻ. ഉത്സവം കഴിഞ്ഞപ്പോൾ വൃഷ്ണികളെല്ലാവരും സത്സഭാവന്തരം ചെയ്തൊക്കവേ പുറപ്പെടാൻ. സുഭദ്രാതാനും പിന്നെ രൈവതീകാന്ത്രീന്ദ്രനെ സുഭക്ത്യാ വലത്തു വച്ചർപ്പിച്ചു വന്ദിച്ചുടൻ. ദൈവത ഭൂദേവേന്ദ്രന്മാരെയും വണങ്ങിട്ടു കൈവരേണമേ മമ കാക്ഷിതമെന്നു നന്ദി ശ്രീമദ്വാരകാപുരി പൂവാനായി പുറപ്പെട്ടാൻ. ഭീമസേനാനുജയനും പൂക്കിതു മധ്യേ മാർഗെ
ഭദ്രയാം സുഭദ്രയെ ചിന്തിച്ചു ചിന്തിച്ചവൻ നിദ്രയും വെടിഞ്ഞു പോയി അദ്രിപുങ്കവത്തടെ രമ്യകാനന ദേശേ നിർമ്മല ശിലാതലെ മന്മഥ വിവശനായി ധർമ്മജാനുജൻ പൂക്കാൻ അർജുന സാല താലപകുളീത മാലങ്ങൾ അശ്വകർണങ്ങൾ ചമ്പക ശോക പുന്നാഗങ്ങൾ കേതല പാടലങ്ങൾ കർണികാരങ്ങൾ നല്ല ചൂതങ്ങളങ്കോലങ്ങൾ അതിമുക്തങ്ങളും ഇത്യാദി വൃക്ഷങ്ങൾ കൊണ്ടെത്രയും മനോരമം സുസ്ഥലെ വസിക്കുന്ന സന്യാസി യതോ നേരം പോകുന്ന വൃഷ്ണിവീരന്മാരോടു പറഞ്ഞിതു സാഗ നമ്മോടുമത്ര നിങ്ങൾ ചെറ്റിരിക്കണം. രേവതി രമണനും സാമ്പനും പ്രദ്യുമ്നനും സാരണൻ കൃതവർമ്മ ചാരുദേഷ്ണനും ഗതൻ ഭാനുവും വിഡൂരതൻ നിശടൻ വിഭ്രതുവും പൃഥുമിത്യാദികളാകിയ വൃഷ്ണികളും യദുവീരന്മാരും ആ സന്യാസി തന്നെ കണ്ടു കൂതുകം പൂണ്ടു നമസ്കരിച്ചു ഭക്തിയോടെ മൃദു പല്ലവങ്ങളിൽ ഇരുന്നാരെല്ലാവരും കുശല പ്രശ്നങ്ങളും ചെയ്തിതു സന്യാസിയും കുശലമത്രയെന്നു പറഞ്ഞു മുസലിയും എങ്ങളെ കുറിച്ചേറ്റം കാരുണ്യമുണ്ടാകണം എങ്ങു നിന്നെഴുന്നള്ളുന്നതും കേട്ടിടണം നിന്തിരുവടി കണ്ട പുണ്യദേശങ്ങളെല്ലാം അന്തരം കൂടാതെ കണ്ടരുളി ചെയ്തിടണം ക്ഷേത്രങ്ങൾ പർവ്വതങ്ങൾ വനങ്ങൾ നദികളും തീർത്ഥങ്ങൾ ദിഗ്വൃത്താന്ത ഭേദങ്ങളൊക്കെ ചെന്നാൻ മോക്ഷധർമ്മങ്ങളെല്ലാം ആഖ്യാനം ചെയ്താനിവൻ സാക്ഷാത് ജ്ഞാനാർത്ഥി ഭിക്ഷു മുമുക്ഷു ശ്രേഷ്ഠനെന്നാൻ സന്യാസിക്കു ഉപദ്രവം കൂടാതെ വസിപ്പതിനിന്നു നാം ഒരു നിലം കൽപ്പിച്ചിടുക വേണം എന്നു വൃഷ്ണികൾ ബലനോടു ചൊന്നതു നേരം വന്നിതു വസുദേവനന്ദനൻ നാരായണൻ പെരികെ സന്തോഷിച്ചു ബലഭദ്രരും ചൊന്നാൻ വരിക കൃഷ്ണ വരികൊന്നു ചൊല്ലനാമിപ്പോൾ ദിവ്യനായിരിപ്പൊരു സന്യാസി വരനിവൻ നിർവ്യാജം സേവിക്കണം ഇവനെ നാം എല്ലാവരും ഇവിടെ ചാതുർമാസ്യം ഇരിപ്പാനൊരു നിലം എവിടം നല്ലതെന്നു ചിന്തിച്ചു പറയണം നിന്തിരുവടിക്കുള്ളിൽ തെളിഞ്ഞ ദേശം തന്നെ സന്തോഷം മറ്റെല്ലാവർക്കും എന്തെന്തു വിചാരിപ്പാൻ.